الحمد لله الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. نحمده سبحانه وتعالى ونشكره ونتوب إليه ونستغفره، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ ഓരോ വെള്ളിയാഴ്ചയും ഖുത്ബക്ക് കയറുന്നതിന് മുമ്പ് പലരും ദുആകളെ കൊണ്ട് വസിയത്ത് പറയാറുണ്ട്. ഇന്നത്തെ ദിവസം നമ്മളുടെ ഒരു സഹോദരൻ കിഡ്നി സംബന്ധമായ പ്രയാസത്തിൽ ICUവിലാണ് ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മളുമായി ബന്ധപ്പെട്ട മറ്റൊരു സഹോദരൻ കഴിഞ്ഞ ദിവസം ഹൃദയാഘാതം മൂലം, അറ്റാക്ക് മൂലം, പ്രായമുള്ള വ്യക്തിത്വമല്ല, ചെറുപ്പക്കാരനാണ്, അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മളിൽ നിന്ന് വിട പറഞ്ഞു. അള്ളാഹു മഅഫറത്തും മർഹമത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരാളുടെ വിഷയത്തിൽ അറ്റാക്കുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് എയർപോർട്ടിൽ നിന്ന് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അദ്ദേഹവും സർജറിക്ക് വിധേയമാക്കപ്പെട്ടൊരു സാഹചര്യത്തിലാണുള്ളത്. മറ്റൊരു സഹോദരൻ, നമ്മളുമായി ബന്ധപ്പെട്ടൊരു സഹോദരന്റെ മരുമകൻ സ്ട്രോക്ക് വന്ന് ഒരു ചലനവുമില്ലാതെ വെന്റിലേറ്ററിന്റെ സഹായത്തിൽ കിടക്കുകയാണ്. ഒരുപക്ഷെ ഇന്നത്തെ വാർത്ത ശ്രദ്ധിച്ചവർക്കറിയാം, നമ്മളുടെ ചങ്ങരംകുളത്ത് നിന്ന് വിനോദസഞ്ചാരത്തിന് പോയ 2 കാറുകളിൽ പോയതിൽ ഒരു വാഹനം ആക്സിഡന്റിൽപ്പെട്ട് 3 പേര് വിട പറഞ്ഞൊരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ഒരുപാട് വാർത്തകളെ നമ്മൾ കേൾക്കുന്നവരാണ്. അള്ളാഹു പ്രയാസം അനുഭവിക്കുന്നവർക്ക് അള്ളാഹു ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിട പറഞ്ഞവർക്ക് അള്ളാഹു മഅഫറത്തും മർഹമത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഈ വാർത്തകളിലൊക്കെ നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങളും ആ റബ്ബിലേക്ക് മടങ്ങാനുള്ളവരാണ്, നമ്മളും ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാനുള്ളവരാണ്. ഇത് നമ്മുടെ മനസ്സിനെ നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടതാണ്. ഏതൊരു സമയവും നമ്മളിലെ ജീവൻ നമ്മളോട് യാത്ര പറഞ്ഞു പോയേക്കാം. ഏതൊരു സമയവും നമ്മളുടെ ആരോഗ്യം ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടേക്കാം. ഞാനൊരു സ്ട്രോക്ക് വന്ന സഹോദരനെ പറ്റി പറയുമ്പോൾ
ഒരുപാട് ബിസിനസ് മേഖലകളെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹമാണ് ചലനമില്ലാതെ കിടക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, അള്ളാഹു ആ കുടുംബത്തിന്റെ താങ്ങായ ആ ഗൃഹനാഥനെ ആഫിയത്തോടുകൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തിന് തിരിച്ചു നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അള്ളാഹ്ക്കാണ് അതിന്റെ ഖൈർ അറിയുന്നവൻ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറാൻ അധിക സമയങ്ങളൊന്നും ആവശ്യമില്ല. നമ്മളൊക്കെ നിത്യേന പറയുന്ന ഒരു ദിക്റുണ്ട്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയോ കഴിവോ ഇല്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് പറഞ്ഞ അടുത്ത വാക്ക് ഞാൻ നിങ്ങളോട് പറയണമെങ്കിൽ എൻ്റെ ബ്രെയിനിൽ അതിന്റെ വർക്ക് നടക്കാനും എൻ്റെ നാവിന്റെ ചലനങ്ങളും ആ ശബ്ദം പുറത്തേക്ക് വരാനും നിങ്ങൾ ആലോചിച്ച് നോക്കി, അതിന്റെ ഒരു മൂമെന്റിൽ നിന്ന് അടുത്ത മൂമെന്റിൽ പോലും എനിക്കൊരു ശക്തി പോലുമില്ല, ഒരു കഴിവില്ല. അത് അള്ളാഹുവിന്റെ കയ്യിലാണ്. അള്ളാഹു തആല അതിനെ വേണ്ട എന്ന് വെച്ചാൽ അത് അതോടുകൂടെ സ്റ്റോപ്പായി എന്നുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത്, അള്ളാഹു തന്ന സമയത്തിനെ, അള്ളാഹു തന്ന ആരോഗ്യത്തിനെ, അള്ളാഹു തന്ന ഒഴിവ് സമയത്തിനെ, അള്ളാഹു തന്ന ജീവിതത്തിനെ, അള്ളാഹു തന്ന യൗവനത്തിനെ അതിന്റെ വിപരീത ദിശയിലേക്ക് അത് യാത്ര തിരിക്കുന്നതിന് മുമ്പ് ഉപയോഗപ്പെടുത്താൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 5 കാര്യങ്ങളെ കോർത്തിണക്കി ഒരൊറ്റ ഹദീസിലൂടെ നമ്മളോട് പറഞ്ഞു തരാണ്. യഅ്തനിം ഖംസൻ ഖബല ഖംസ്. 5 കാര്യം നിങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങളെ നിങ്ങൾ മുതലെടുക്കണം എന്നാണ്. ശരിക്കും യഅ്തനിം എന്ന് പറയുന്ന വാക്കിന് ഡയറക്റ്റ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ കൊടുത്താൽ മുതലെടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ പറയില്ലേ, കിട്ടിയ ചാൻസ് അയാൾ നന്നായിട്ട് മുതലെടുത്തിട്ടുണ്ട് എന്ന് നമ്മുടെ ഭാഷയിൽ സാധാരണ ഉപയോഗപ്പെടുത്താറുണ്ട്. ഒരുപക്ഷെ ഹദീസിന്റെ പരിഭാഷകളിൽ നിങ്ങൾ നോക്കുമ്പോൾ പ്രയോജനപ്പെടുത്തുക എന്നൊക്കെ അർത്ഥം കാണാം. കിട്ടിയ അവസരങ്ങൾ 5 കാര്യം വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ നന്നായി മുതലെടുക്കണമെന്നാണ്. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ശബാബക ഖബല ഹറമിക. നിന്റെ വാർദ്ധക്യം വരുന്നതിന് മുമ്പുള്ള യൗവന കാലഘട്ടമാണ്. വസിഹതക ഖബല സഖമിക. രോഗത്തിന് മുമ്പുള്ള ആരോഗ്യാവസ്ഥയാണ്. വഇനാക ഖബല ഫഖരിക. ദാരിദ്ര്യത്തിന് മുമ്പുള്ള ഐശ്വര്യമായ കാലഘട്ടമാണ്. വഫറാക ഖബല ശഅലിക. ബിസിയാകുന്നതിന് മുമ്പുള്ള നിന്റെ ഒഴിവ് സമയങ്ങളാണ്. വഹയാതക ഖബല മൗതിക. നിന്റെ മരണത്തിന് മുമ്പുള്ള ജീവിതമാണ്. ഈ 5 കാര്യങ്ങൾ മുതലെടുക്കണമെന്നാണ്. അതിലൊന്ന് പറഞ്ഞത് എന്താണ്? വശബാബക ഖബല ഹറമിക. വാർദ്ധക്യം വരുന്നതിന് മുമ്പുള്ള യൗവന കാലഘട്ടങ്ങളെ. എന്നും യൗവനത്തിലൂടെ നിൽക്കാമെന്നുള്ളത് കഴിയില്ല. അവസ്ഥാന്തരീക്ഷങ്ങൾ മാറ്റങ്ങളാണ്. ഖുർആൻ തന്നെ 2 ഭാഗത്ത്, സൂറത്ത് ഹജ്ജിലാവട്ടെ അതുപോലെ തന്നെ സൂറത്ത് ഹദീദിലാവട്ടെ, അല്ലാഹു തആല അതിനെ നമ്മളോട് ഓർമ്മപ്പെടുത്തിയതാണ്. അതല്ലാതെ വ്യക്തി ജീവിതങ്ങളിലൂടെ മനുഷ്യൻ കണ്ടു മനസ്സിലാക്കുന്നതാണ്. ഒരിക്കലും ഒരാളുടെയും പ്രായം മാറ്റമില്ലാതെ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് ഈ യൗവന കാലഘട്ടങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിലൂടെ ഏറ്റവും മനോഹരമായി ഉപയോഗപ്പെടുത്താൻ ഏതിനു മുമ്പാണ്? വാർദ്ധക്യം നിങ്ങളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പാണ്. ഏതൊരു ഇബാദത്ത് ചെയ്യണമെങ്കിൽ, ഏതൊരു സൽപ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കണമെങ്കിൽ ഏറ്റവും കടിയുന്ന തീക്ഷ്ണമായ കാലഘട്ടം എന്ന് പറയുന്നത് യൗവനത്തിന്റെ കാലഘട്ടമാണ്. ഒരുപക്ഷെ അള്ളാഹുവിനെ മറന്നു പോകുന്ന ഒരു കാലഘട്ടവും യൗവനങ്ങളായിരിക്കാം. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹ് യൗമ ലാ ളില്ല ഇല്ലാ ളില്ലഹ്. അള്ളാഹുവിന്റെ തണലില്ലാത്തൊരു തണലുമില്ലാത്ത ദിവസം 7 വിഭാഗം ആളുകൾക്ക് അള്ളാന്റെ തണൽ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ അതിൽ പ്രത്യേകമായി എണ്ണിയത് വശാബുൻ നശഅ ഫി ഇബാദത്തില്ലാഹ്. അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് വളർന്നു വരുന്ന യുവാക്കളാണ് എന്നുള്ളതാണ്. ആ പ്രായത്തിന്റെ പ്രത്യേകത തന്നെയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ പ്രബോധനങ്ങളെ പറ്റി പറയുമ്പോ അവിടെ അള്ളാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറ്റി പറയുന്നിടത്ത് അള്ളാന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഖാലു സമിഅനാ ഫതൻ യുഖാലു ഇബ്രാഹിം. ഇബ്രാഹിം എന്ന് പറയുന്ന യുവാവാണ്. മൂസ അലൈഹിസ്സലാമിനെ പറ്റി പറഞ്ഞ യുവാവാണ്. അങ്ങനെ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളെ പറ്റി പറയുമ്പോ, അവരുടെ പ്രബോധനത്തിന്റെ കാലഘട്ടങ്ങളെ പറ്റി പറയുമ്പോ, മലിക്കുൽ വലീൽ എന്ന് പറയുന്ന അക്രമിയായ രാജാവിന്റെ കൊട്ടാരത്തിന്റെ നടുമുറ്റത്ത് പോയി തൗഹീദിനെ വിളംബരം ചെയ്തു പോയ അസ്ഹാബുൽ കഹ്ഫിനെ പറ്റി പറയുമ്പോ അല്ല പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ.
അവർ യുവാക്കളായിരുന്നു. ആ യൗവന കാലഘട്ടങ്ങളെയാണ് അള്ളാഹുവിന്റെ മാർഗത്തിലൂടെ വിനിയോഗിച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാർദ്ധക്യം വരുന്നതിന് മുമ്പ് പല ആളുകളും സങ്കടം പറയും, പഠിച്ചാൽ തലയിലിരിക്കണില്ല, കുറെ മുമ്പ് നോക്കാമായിരുന്നു. പക്ഷേ യൗവനമുള്ള കാലഘട്ടങ്ങളിലോ നമ്മൾ അവിടേക്ക് തിരിഞ്ഞു നോക്കാറില്ല. അതുകൊണ്ട് ഈ രണ്ടാമത്തെ വിഷയം കൂടെ ആഡ് ചെയ്ത് പഠിച്ച ഒന്നുകൂടെ അത് മനസ്സ് കയറും. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസിഹതക ഖബല സഖമിക, നിന്റെ രോഗം വരുന്നതിന് മുമ്പുള്ള ആരോഗ്യാവസ്ഥയില്ലേ, ആ ആരോഗ്യാവസ്ഥയെ നീ മുതലെടുക്കണമെന്നുള്ളതാണ്. നമ്മളിലേക്ക് രോഗം വരുന്നതിന് മുമ്പുള്ള ആരോഗ്യാവസ്ഥ. അവിടെ ആ ഹദീസുമായി ബന്ധപ്പെട്ട് ഷറഹിലൂടെ കാണാം, ഉലമാക്കൾ പറയാണ്, സിയാം നോമ്പെടുക്കാൻ, വഖിയാം നിന്ന് നമസ്കരിക്കാൻ, ഹജ്ജ് ചെയ്യാൻ, ജിഹാദ് ചെയ്യാൻ, സഅയ് നിർവഹിക്കാൻ, ഇതിനൊക്കെ ആരോഗ്യങ്ങൾ ആവശ്യമാണ്. ഈ സമയത്തൊക്കെ യൗവന കാലഘട്ടമാവട്ടെ, ആരോഗ്യ സമയത്താവട്ടെ, നമ്മളിതൊക്കെ മാറ്റിവെക്കും. കുറെ പ്രായം വന്നാൽ ചെയ്യാനുള്ളതാണ് ഹജ്ജ് എന്നൊരു ധാരണ നമ്മളിലേക്ക് കടന്നു വരും. നമ്മളൊക്കെ ഇവിടെയുള്ള ചെറുപ്പക്കാരോട് കൂടെ പറയാം, നമ്മള് ആ കഴിവ് നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ധൃതി കാണിക്കേണ്ട നിർബന്ധിതമായ കടമകളിൽപ്പെട്ട ഒന്നാണ് ഹജ്ജ് എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കണ പോലെ എളുപ്പത്തിൽ നടക്കണ വിഷയങ്ങളൊന്നുമില്ല. തവാഫ് കഴിഞ്ഞ് സഅയ് ചെയ്യാൻ ഏകദേശം 3 കിലോമീറ്ററിന്റെ അടുത്ത് നടന്നു വരുമ്പോ, പ്രിയമുള്ളവരെ, യാത്രകളും അനുബന്ധമായി തവാഫും കഴിഞ്ഞ് സഅയിലേക്ക് നീങ്ങി അത് നടക്കുമ്പോ അവിടെ ആരോഗ്യം ആവശ്യമാണ്. ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് തിരിക്കുമ്പോ അവിടെ നിന്ന് മിനാ ടെന്റുകളിലൂടെ കടന്നു വന്ന് ആ മിനകളിൽ നിന്ന് അവിടെ നിന്ന് അറഫാത്തിൽ പോയി, അറഫയിൽ നിന്ന് യാത്രാ സൗകര്യങ്ങൾ കുറയുമ്പോ നടന്ന് നീങ്ങി അങ്ങ് മുസ്ദലിഫയിലൂടെ ജംറകളിലേക്ക് യാത്ര തിരിക്കുമ്പോ അവിടെ നിങ്ങൾ നോക്കി 7 കിലോമീറ്ററിലധികം നടന്ന് ഉറക്കമില്ലാതെ റോഡിനോരങ്ങളിലൂടെ കടന്ന് മുസ്ദലിഫയിലൂടെ രാപ്പാർത്ത് ജൻബറുകളിലൂടെ ഏറുകഴിഞ്ഞ് തിരിച്ചു മിനാ ടെന്റുകളിലേക്ക് നടന്നു പോകുമ്പോ ശരീരം തളർന്നു വരുമ്പോ എവിടെയാണ് ടെന്റ് എന്നറിയാതെ പരിഭ്രമിക്കുമ്പോ ആരോഗ്യമുണ്ടായിരുന്നെങ്കിലെന്ന് തുടർന്നുള്ള ദിവസങ്ങളിലൂടെ ജംറകളിലേക്ക് എറിയാൻ യാത്ര പോകാൻ കഴിയാതെ മറ്റുള്ളവരുടെ കയ്യിൽ കല്ലുകൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരവസ്ഥകൾ കടന്നു വരുമ്പോ അപ്പൊ മനുഷ്യർ പറയുന്നൊരു വാക്കുണ്ട്, ഇത് ചെറുപ്പത്തിൽ ചെയ്യേണ്ടതായിരുന്നു, യൗവനത്തിൽ ചെയ്യേണ്ടതായിരുന്നു, ആരോഗ്യമുള്ളപ്പോൾ ചെയ്യേണ്ടതായിരുന്നു എന്ന വിലാപത്തിന് സാഹചര്യങ്ങളെ കൊടുക്കാതെ എന്നാണോ കഴിവിലേക്ക് എത്തുന്നത് ഉടനെ തന്നെ ആ ഒരു കർമ്മങ്ങളിലേക്ക് നീങ്ങാൻ. അതുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞത്, നിങ്ങളുടെ ആരോഗ്യം, നോമ്പെടുക്കാൻ ആരോഗ്യം വേണം, നിന്ന് നമസ്കരിക്കാൻ ആരോഗ്യം വേണം, രാത്രികളിൽ ഉറക്കിന്റെ ചടവുകളെ ഭേദിച്ച് രാത്രിയുടെ അവസാന ഭാഗങ്ങളിലൂടെ എഴുന്നേറ്റ് നിന്ന് അള്ളാഹുവിനോട് സുദീർഘമായി നമസ്കരിക്കാൻ ആരോഗ്യമുണ്ടാകുമ്പോ അതിന് സാധ്യമാണ്. അല്ലാഹു യൻസിലു റബ്ബുന തബാരക വ തആല ഇല സമാഇ ദുനിയ, അല്ലാഹു ഒന്നാം ആകാശങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോ എന്നോട് ചോദിച്ചോ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം, നിങ്ങളുടെ പാപങ്ങൾ എന്നോട് പറഞ്ഞോ, ഞാൻ നിങ്ങൾക്ക് പൊറുച്ചു തരാം എന്ന് അല്ലാഹു തആല എല്ലാ രാവിന്റെ അവസാനം 1 പറയുമ്പോ, പ്രിയമുള്ളവരെ, ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ എണീറ്റിരുന്ന് നിവർന്നു നിൽക്കാൻ ഒരുപാട് സമയമെടുത്ത് വുളു എടുക്കാൻ ശരീരത്തിന്റെ ആരോഗ്യം സമ്മതിക്കാതെ ആ സമയത്ത് ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ട്, എന്റെ ആരോഗ്യാവസ്ഥയായിരുന്നെങ്കിൽ, എന്റെ യൗവന കാലഘട്ടമായിരുന്നെങ്കിൽ എനിക്ക് ചെയ്യാമായിരുന്നു എന്ന്. ആ സമയത്തിന്റെ വിലാപങ്ങളെ കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ സമയം നമ്മളുടെ മുമ്പിലുണ്ട്, ഉപയോഗപ്പെടുത്താൻ. വാർദ്ധക്യത്തിന് മുമ്പുള്ള യൗവനം, രോഗത്തിന് മുമ്പുള്ള ആരോഗ്യ സമയങ്ങളെ ഉപയോഗപ്പെടുത്താൻ. ഇതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് എന്തെന്നറിയോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ എത്ര രോഗിയായി കിടന്നാലും അള്ളാഹു ഇബാദത്തിന് നമുക്ക് വേണ്ടി തരുന്ന ഒരു വമ്പൻ ഓഫർ പറഞ്ഞു നമ്മളോട്. നമ്മൾ ആരാധന ഗൗനിക്കാതെ കടന്നുപോയവരാൻ. ആരോഗ്യമുള്ള സമയം അള്ളാഹ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കോ. അള്ളാഹു തരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നിങ്ങൾക്ക് ഒരു യാത്രയുടെ കാരണം കൊണ്ടോ ഒരു രോഗത്തിന്റെ കാരണം കൊണ്ടോ ഒരു ഇബാദത്ത് ചെയ്യാൻ കഴിയാതെ പോയാൽ, നിങ്ങൾ പതിവായി ആരാധന ചെയ്യുന്നവരാണോ, കുതിബ ലഹു കമാ കാന മുഖീമൻ സഹീഹ, ആരോഗ്യമുള്ളപ്പോൾ എങ്ങനെയാണോ നിങ്ങൾ ആരാധന ചെയ്തത്, ആരോഗ്യമുള്ളപ്പോൾ യാത്രക്കാരനില്ലാത്തപ്പോൾ എങ്ങനെയാണോ നിങ്ങൾ ഇബാദത്ത് എടുത്തത്,
അതുപോലെ അള്ളാഹു രേഖപ്പെടുത്തി തീർന്നാൻ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ കൃത്യമായിട്ട് 5 വക്ത ജമാഅത്തുകളുള്ള മനുഷ്യനെന്ന് വിചാരിക്കാം. രാവിലെ പതിവായി ജോലിക്കിറങ്ങുന്നതിന് മുമ്പ് ളുഹാ നിസ്കരിച്ചിട്ട് ഇറങ്ങുന്ന ഒരു മനുഷ്യനാണെന്ന് വിചാരിക്കാം. രാത്രിയുടെ സുബഹിന് മുമ്പ് ഒരു 3 റക്അത്തെങ്കിലും വിത്തറായി തഹജ്ജുദ് അല്ലാഹ്ക്ക് വേണ്ടി നിസ്കരിച്ച ശീലമുള്ള ഒരു മനുഷ്യനാണെന്ന് വിചാരിക്കാം. വിശുദ്ധ ഖുർആൻ 2 നേരമെങ്കിലും ചുരുങ്ങിയത് പാരായണം ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണെന്ന് വിചാരിക്കാം. ആ വ്യക്തി, നിങ്ങൾ നോക്ക്, അദ്ദേഹം ഒരു കോമ സ്റ്റേജിലൂടെ കഴിയേണ്ടി വന്നൊരു സാഹചര്യം വന്നാൽ നിങ്ങൾ നോക്കേ, അദ്ദേഹത്തിന് ഓരോ വക്തിന്റെ സമയം വരുമ്പോ അള്ളാഹു ഒരു ജമാഅത്തിന് ആ മനുഷ്യന്റെ അക്കൗണ്ടിലെ അള്ളാഹു എഴുതി വെക്കാണ്. അദ്ദേഹത്തിന് സ്ഥിരമായി ളുഹാ നിസ്കരിക്കുന്ന സമയമെത്തുമ്പോ അദ്ദേഹത്തിനൊരു ളുഹാ അള്ളാഹു രേഖപ്പെടുത്തി വെക്കാൻ. തിങ്കളും വ്യാഴവും നോമ്പെടുത്തിരുന്ന മനുഷ്യനാണെങ്കിൽ ഓരോ തിങ്കളും വ്യാഴവും അദ്ദേഹം മരണപ്പെടുന്ന കാലഘട്ടം വരെ അള്ളാഹു ആ മനുഷ്യന് വേണ്ടി രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കാണ്. തഹജ്ജുദിന്റെ സമയമാകുമ്പോ അള്ളാഹു തഹജ്ജുദിനെ രേഖപ്പെടുത്താൻ ഇത്ര വലിയ ഓഫർ നൽകുന്നവൻ അല്ലാഹ് ഒരൊറ്റ കാര്യം നമ്മളോട് പറഞ്ഞുള്ളൂ: നിങ്ങളുടെ ആരോഗ്യ കാലഘട്ടം അള്ളാഹ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ. രോഗം വരുമ്പോൾ നമ്മൾ സങ്കടപ്പെടും, എനിക്ക് പള്ളിക്ക് പോകാൻ കഴിഞ്ഞില്ലല്ലോ, നിസ്കരിക്കാൻ കഴിഞ്ഞില്ലല്ലോ. സഹാബത്ത് പറയാൻ, സൂറത്ത് സജ്ദയിൽ ഒരു ആയത്തുണ്ട്, وَلَنُذِيقَنَّهُم مِّنَ الْعَذَابِ الَّذِينَ دُونَ الْعَذَابِ الْأَكْبَرِ لَعَلَّهُمْ يَرْجِعُونَ. വലിയ അദാബ് വരുന്നതിന് മുമ്പ് അല്ലാഹു തആല ചെറിയ ചെറിയ അദാബുകളെ ദുനിയാവിൽ നിങ്ങളെ ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യുമെന്നാണ്. ആ ആയത്തുമായി ബന്ധപ്പെട്ട് സഹാബത്ത് പറയാണ്, ഞങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് വരാതിരിക്കുമ്പോ, രോഗം വരുമ്പോ ഞങ്ങൾ ചിന്തിക്കാറുള്ളതല്ലാ, ചെയ്തു പോയ തെറ്റിന് അല്ലാഹു നൽകുന്ന ശിക്ഷയാണോ റബ്ബേ. അങ്ങനെ ചിന്തിക്കുന്ന കാരണങ്ങൾ പലതാവാം. ഇപ്പൊ ശരാശരി ഇന്നത്തെ ഒരു കണക്ക് വെച്ചിട്ട് മലയാളികൾക്ക് ഒരു ദിവസം 10,000 ആളുകൾക്ക് വൈറൽ ഫീവർ വരുന്നുണ്ടെന്നാണ്. ഇപ്പൊ ഇന്നത്തെ കണക്കിൽ, ഇന്ന് മോർണിംഗിലെ കണക്ക് പ്രകാരം 10,000 മലയാളികൾക്ക് ഒരു ദിവസം ഈ മഴ തുടങ്ങിയപ്പോ വൈറൽ ഫീവർ വരുന്നുണ്ടെന്നാ പറഞ്ഞേ. നമ്മള് സ്വാഭാവികമായിട്ടൊരു പനി വന്ന നമ്മൾ ചിന്തിക്കാതെ മഴ കൊണ്ടുകൊണ്ടായിരിക്കാം, മഞ്ഞ് കൊണ്ടുകൊണ്ടായിരിക്കാം, അല്ലെ അത് പകർച്ചപ്പനിയായിരിക്കാം. ഇതൊക്കെ ശരിയാണ്, ഭൗതികമായ കാരണങ്ങളെ കൊണ്ടൊക്കെയാണ്. പക്ഷേ ഈമാനികമായി നമ്മൾ ചാർജ് ചെയ്യേണ്ടത് എവിടെയാണ്? അല്ലാഹുവേ, എന്റെ ഏതെങ്കിലും ഒരു അപാകതയാണോ ഇന്നത്തെ സുബഹി ജമാഅത്തിന് എനിക്ക് തൗഫീഖ് തടയപ്പെട്ടത്, എനിക്ക് എണീറ്റ് നിസ്കരിക്കാൻ കഴിയാതിരുന്നത്? ആ ചിന്ത നമ്മളിലൂടെ കടന്നു വരാൻ, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാൻ. ഏത് സമയവും ഈ ഒരു രോഗാവസ്ഥയിലേക്ക് ഞാൻ കടന്നു വന്നേക്കാം. അതിനു മുമ്പ് അള്ളാഹു തന്ന എന്റെ സമയത്തിന് ഉപയോഗപ്പെടുത്തണമെന്ന ചിന്തയുണ്ടാവാൻ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വഅൈനാക ഖബ്ല ഫഖരിക, നമ്മളുടെ ദാരിദ്ര്യം വരുന്നതിന് മുമ്പുള്ള ഐശ്വര്യ സമയമുണ്ടല്ലോ, കയ്യിൽ എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായിട്ടുള്ള സമയം, ദാരിദ്ര്യം നമ്മളിലേക്ക് വരുന്നതിന് മുമ്പ് അതിനെ നിങ്ങൾ മുതലെടുക്കണമെന്നുള്ളതാണ്. ആ ഹദീസുമായി ബന്ധപ്പെട്ട് അവിടെ കാണാം, അസ്വദഖാത്ത് വമുസാഅദത്തുൽ മുഹാജീന വസിലത്തുൽ അർഹാം, അതുപോലെ ദാനധർമ്മങ്ങള്, അതുപോലെ ആവശ്യക്കാരായ ആളുകളോടുള്ള സഹായങ്ങള്, കുടുംബ ബന്ധങ്ങളെ ചേർക്കാൻ. ഇവിടെയെല്ലാം പണമുള്ള കാലഘട്ടങ്ങളെ, ഐശ്വര്യമുള്ള കാലഘട്ടങ്ങളെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. പക്ഷെ അതെല്ലാ കാലവും എല്ലാ സമ്പത്തും നമ്മളിലൂടെ നിലനിന്ന് കൊള്ളണമെന്നില്ല. അത് മാറുന്നതിന് മുമ്പ് അതിനെ ഉപയോഗപ്പെടുത്തണമെന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച്, ഒരാളുടെയും സമ്പത്തിനെ ഇല്ലായ്മ ചെയ്യാൻ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസവുമുള്ള കാര്യമില്ല. വിശുദ്ധ ഖുർആൻ 28-ാം അധ്യായം സൂറത്ത് ഖസസ്, അവിടെ ഖാറൂൻ എന്ന് പറയുന്ന ഒരു മുതലാളിയെ പറ്റി അല്ലാഹു പറയുന്നുണ്ട്. ഏതൊരു സാധാരണക്കാരനും ചിന്തിക്കാൻ കഴിയാവുന്ന ലളിതമായൊരു പാഠമല്ല അവിടെ പറയാൻ. ഖാറൂൻ എന്ന് പറയുന്ന മുതലാളിയുടെ പ്രത്യേകത അല്ലാഹു പറയാണ്, ഇന്ന ഖാറൂന മിൻ ഖൗമി മൂസാ നബിയുടെ ജനതയിൽപ്പെട്ട ആളാണ്. ഒരുപാട് നിധി കൂമ്പാരങ്ങളെ കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ച ആളാണ്.
അദ്ദേഹത്തിന്റെ താക്കോൽ കൂട്ടങ്ങളെ വഹിക്കാൻ ഒട്ടകങ്ങളെ വേണ്ടി വന്നിരുന്നു എന്നുള്ളതാണ്. അത്ര വലിയ സമ്പത്തിന്റെ ഉടമയായ ഖാറൂനിനോട് ആളുകൾ കാണിച്ച സമീപനങ്ങളെ അള്ളാന്റെ ഖുർആന് പറഞ്ഞില്ലയോ? പാവപ്പെട്ടതായ ആളുകളൊക്കെ പറയുന്നുണ്ട്, യാ ലൈതനീ മിസ്ല മാ ഊതിയ ഖാറൂൻ, ഖാറൂനിന് കിട്ടിയതുപോലെ ഞങ്ങൾക്കും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. ഒരു ആളുടെ സമ്പത്ത് കാണുമ്പോ രണ്ട് തരം മനോഗതങ്ങൾ അല്ല പറയാൻ. ഒന്ന്, സാധാരണക്കാരായ പാവങ്ങള്, ഈമാനും വിശ്വാസമൊന്നും ഉള്ളിൽ കയറിയിട്ടില്ലാച്ചവരൊക്കെ പറയുന്നത് അതുപോലെ ഞങ്ങൾക്കൊന്നുണ്ടായിരുന്നെങ്കിൽ. രണ്ടാമത്, വിശ്വാസികളെ പറ്റി അല്ല പറഞ്ഞു, ലാ തഫ്റഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, നീ അമിതമായി ആഹ്ലാദിക്കണ്ട, അമിതമായി അഹങ്കരിക്കുന്നവരെ അല്ലാഹ്ക്ക് ഇഷ്ടമല്ല. എത്ര വലിയ സമ്പത്തുണ്ടായിരുന്നു താൻ. വൈകുന്നേരങ്ങളിൽ തങ്കാഭരണങ്ങൾ ശരീരത്തിലൂടെ പ്രകടിപ്പിച്ച് അഹങ്കാരത്തിന്റെ പ്രതിരൂപമായി മാറിയ ഖാറൂനിനെ അള്ളാന്റെ ഖുർആൻ പറയാണ്, അവന്റെ നിധി കൂമ്പാരങ്ങളെ, അവന് കൊടുത്ത സമ്പാദ്യങ്ങളെ ഒക്കെ പറഞ്ഞ് റബ്ബ് പറയാണ്, അവനെയും അവന്റെ കൊട്ടാരത്തെയും അല്ല ഭൂമിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞു. ഒരൊറ്റ നിമിഷം അത് മാറിപ്പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹു എത്ര കാലം നമുക്ക് തരുമെന്നറിയില്ല. നമ്മളുടെ കച്ചവടം അള്ളാഹു ബർക്കത്തുடைய, അള്ളാഹു കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു അതിന്റെ ബർക്കത്ത് നൽകി അള്ളാഹ് അനുഗ്രഹിക്കുമാറാവട്ടെ. പക്ഷെ എന്തിനൊരു സീസൺ ഉണ്ട്. ഒരുപക്ഷെ അത് മാറിയേക്കാം, വ്യതിയാനങ്ങൾ വന്നേക്കാം, മാറ്റങ്ങൾ വന്നേക്കാം. നമ്മളൊക്കെ ആലോചിക്കേണ്ടത് ഇന്ന് നമ്മളുടെ കയ്യിലുണ്ടോ, നമ്മളത് ഉപയോഗപ്പെടുത്തിയേക്കണം. നാളേക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവരുത്. മുതലെടുക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ സഹാബത്തിനൊക്കെ ആലോചിച്ചു നോക്കേ, എന്താണ് അവരുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്നുള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പട്ടിണി കിടന്നിട്ടില്ലേ? അദ്ദേഹത്തിന്റെ മക്കള് പട്ടിണി കിടന്നിട്ടില്ലേ? അതിനു മുമ്പ് മക്കയിൽ അദ്ദേഹം ഒരു കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹം ഹിജറ പോകുമ്പോ അദ്ദേഹത്തിന്റെ വാപ്പ അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു, അന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അബൂബക്കർ എതിരാണ്. തന്റെ മക്കൾ ആയിഷ റളിയല്ലാഹു അൻഹ, അസ്മാ ബീവി അടക്കമുള്ള പെൺമക്കളോട് നിങ്ങളുടെ ബാപ്പ എവിടക്കാ പോയി എന്ന് ചോദിച്ചപ്പോ ആ മക്കള് പറഞ്ഞത്, ഞങ്ങൾക്കുള്ളതൊക്കെ ഇവിടെ ആക്കി വെച്ചിട്ടാണ് ഞങ്ങളുടെ ബാപ്പ പോയതെന്ന്. ആ മക്കളുടെ കയ്യിൽ സത്യത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. വീടിന്റെ പുറകെ പോയി ഒരു പാത്രത്തിൽ കല്ലിട്ട് ആ കല്ല് വന്നിങ്ങനെ കണ്ണു കാണാത്ത അബൂ ഖുഹാഫയുടെ മുമ്പിലെ കുലുക്കി കാണിച്ചിട്ട് പറഞ്ഞു, ഇത് മുഴുവൻ ഞങ്ങളുടെ വാപ്പ ഞങ്ങൾക്ക് ഇവിടെ വെച്ചിട്ടാ പോയിട്ടല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കേ, അള്ളാന്റെ മാർഗത്തിലുള്ള കാലത്ത് അദ്ദേഹം അതിനെ ചെലവഴിച്ചവരാൻ. അതിനില്ലായ്മ വന്നപ്പോഴും അദ്ദേഹത്തിന് കിട്ടിയ സ്ഥാനങ്ങളും ദറജകളും എത്രമാത്രം വലുതാണെന്ന് മനസ്സിലാക്കാൻ. അങ്ങനെ ഓരോ സഹാബത്തിനെയും നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഉള്ള കാലഘട്ടങ്ങളെ ഉപയോഗപ്പെടുത്താനുള്ള മനസ്സുണ്ടോ? അൽഹംദുലില്ലാ, അത് കണ്ണിമുറിയാതെ നമുക്ക് വേണ്ടി വന്നു ചേരുമെന്നുള്ളതിൽ നിങ്ങൾ നോക്കേ. പണ്ട് അള്ളാന്റെ പ്രവാചകന്റെ സഹാബത്തിന് വേണ്ടി കുടിവെള്ളം കൊടുക്കൂല എന്ന് പറഞ്ഞ് ഒരു ജൂതൻ തടയിട്ടപ്പോ മുത്തനബി ചോദിച്ചു, ആരിത് മുസ്ലിങ്ങൾക്ക് വേണ്ടി തരാൻ പറ്റും? ജൂതന്റെ കയ്യിലെ റൂമ കിണറാണ്, ആരിത് മുസ്ലിങ്ങൾക്ക് വേണ്ടി തരും? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വാങ്ങിച്ചു തരാം റസൂലേ. അവസരം മുതലെടുത്ത ജൂതൻ വില കൂട്ടി പറഞ്ഞു. ആ വില കൊടുത്ത് ജൂതന്റെ കയ്യിലെ റൂമ കിണർ വാങ്ങി മുസ്ലിങ്ങൾക്ക് വേണ്ടി ദാനം കൊടുത്തു. നിങ്ങൾ ആലോചിച്ച് കാലാന്തരങ്ങൾ കടന്നു വന്ന് ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കേ, റൂമ കിണറിലെ വെള്ളം അവിടുത്തെ ആളുകളൊക്കെ ഉപയോഗപ്പെടുത്തി വന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിലേക്ക് അതിന്റെ പുണ്യങ്ങളെ ഒഴുകിക്കൊണ്ടേയിരിക്കാൻ ഇന്ന് ആളുകൾക്ക് റൂമ കിണറിലെ വെള്ളം വേണ്ട. സൗദിയുടെ ഔഖാഫ് ഹെക്ടർ 5000-ലധികം ഹെക്ടർ കണക്കെ ഈത്തപ്പനങ്ങളെ കൃഷി ചെയ്ത് റൂമ കിണറിലെ വെള്ളം ഉപയോഗിച്ച് അതിനെ നനച്ച് ആ കൃഷികൾ ഉപയോഗപ്പെടുത്തി മറ്റു രാജ്യങ്ങളിലേക്ക് അതിന്റെ ഈത്തപ്പഴങ്ങളെ കയറ്റിവിടുമ്പോ ഈ 2026-ലും അത് നടന്നുകൊണ്ടിരിക്കുമ്പോ അതിന്റെ പ്രതിഫലം ഇന്നും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോ അതാണ് സ്വദഖത്തുൻ ജാരിയ, സഞ്ചരിക്കുന്ന സ്വദഖ. എത്ര കാലമായി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞിട്ട്. അള്ളാന്റെ മാർഗത്തിലുള്ള ആ ഒരു സേവനമാണ്. അത് ചെയ്യാൻ കഴിയുന്നത് സമ്പത്തുള്ളവരാണ് ഉപയോഗപ്പെടുത്തണേ എന്നുള്ളതാണ്. വീണ്ടും പറഞ്ഞു,
നീ ബിസിയാകുന്നതിന് മുമ്പുള്ള നിന്റെ ഒഴിവ് സമയമില്ലയോ? തിരക്ക് വരുന്നതിന് മുമ്പുള്ള ഒഴിവ് സമയമില്ലയോ? അവിടെ കാണാ തിലാവത്തുൽ ഖുർആൻ ഖുർആനിന്റെ പാരായണങ്ങള്, അല്ലാഹ്ക്ക് വേണ്ടി ദിക്ർ ചൊല്ലാൻ, നാഫിയായ ഇൽമുകളെ സ്വരൂപിക്കാൻ, അറിവ് നേടാൻ. നിങ്ങൾ ആലോചിച്ചൊക്കെ എത്ര മാധ്യമങ്ങൾ നമുക്കിപ്പോൾ ഒഴിവുള്ള സമയമാണ്, ഉപയോഗപ്പെടുത്തണം. അള്ളാഹ്ക്ക് വേണ്ടി രാവിലെ എത്ര ദിക്ർ, വൈകുന്നേരം എത്ര ദിക്ർ, എണ്ണം പറയാത്ത ദിക്റുകള് നമുക്ക് ചൊല്ലാൻ. വിശുദ്ധ ഖുർആൻ 6200 ചില്ലറ വരുന്ന ആയത്തുകളിൽ ഒരു ദിവസം ഇത്ര ഭാഗമെങ്കിലും ഞാൻ ഊതി വെക്കുമെന്ന് പറയാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? നമ്മൾ വെറുതെ റീലുകളിൽ തോണ്ടി എത്ര സമയമാണ് നമ്മൾ കഴിയുന്നേ? ഒരുപാട് ബിസി വരുന്നു പറഞ്ഞില്ലേ? അവിടെ ഉലമാക്കൾ പറയാൻ ഭൗതികമായ തിരക്ക്, ജീവിതത്തിന്റെ പ്രശ്നങ്ങള്, അതുപോലെ പ്രോബ്ലംസുകള്, ഇതൊക്കെ വന്ന് ഭൗതികമായി നിങ്ങൾ ബിസിയാകും. അതിനു മുമ്പ് ഉപയോഗപ്പെടുത്തണേ എന്നുള്ളതാണ്. എന്തൊക്കെ സംവിധാനമുണ്ട് പ്രിയമുള്ളവരെ പഠിക്കണമെങ്കിൽ. നിങ്ങൾക്ക് 24 മണിക്കൂർ വർക്ക് ചെയ്യുന്ന റേഡിയോ സംവിധാനമുണ്ട്. നിങ്ങൾക്ക് ദീന് പഠിക്കാൻ, കേട്ട് തിരക്കിനിടയിൽ കേൾക്കാൻ സാധിക്കും. ഇനി AI യുഗത്തിലെ നമ്മളുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് എയുടെ പ്രയോജനം എന്താണ്, അത് വഴിതെറ്റിയ അപകട മേഖലകൾ ഏതാണ്, നമുക്കൊരു ഖുതുബ നമുക്ക് ഇൻഷാ അല്ലാഹ് അത് അവതരിപ്പിക്കാനുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടങ്ങളിലൂടെ ഏതൊക്കെ മേഖലകളിലൂടെ ദീന് പഠിക്കാൻ സാധിക്കും. ChatGPT ആയി, ജെമിനിയായി, അതുപോലെ തന്നെ നമുക്ക് മെറ്റയിലൂടെ ഒക്കെ ഓരോ വിവരങ്ങളും അപ്പപ്പോൾ നമ്മളുടെ കൈകളിലൂടെ കിട്ടാൻ നമ്മൾ അതിനെ സ്വീകരിക്കണം എന്നല്ല പറയണേ, അതിൽ വരുന്ന തെളിവുകൾ എടുക്കാൻ നമുക്ക് കഴിയും. അതിന്റെ റഫറൻസിന് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഇന്നത്തെ പുതിയ തലമുറകളോടൊക്കെ പറയലുണ്ട്, ജെമിനി സെലഫി ആയിട്ടുണ്ടോ, ChatGPT സെലഫി ആയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു തലത്തിലേക്ക്. കാരണം സ്ത്രീകൾക്ക് പള്ളി കയറാൻ പറ്റൂ ഇല്ലേ എന്ന് സെർച്ച് ചെയ്താൽ അതിന്റെ മുഴുവൻ വിശദാംശങ്ങളും അതുമായി ബന്ധപ്പെട്ട് കിട്ടും. ഞാൻ പറഞ്ഞത് ജെമിനിയെ ChatGPT സ്വീകരിക്കണം എന്നല്ല, അതിൽ ധരിക്കുന്ന ഖുർആന്റെ ആയത്താണോ വന്നത്, ആയത്തിനെ നമ്മൾ തേടിപ്പിടിക്കണം. ഹദീസാണോ വന്നത്, അതിനെ തേടിപ്പിടിക്കണം. നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരുപാട് കിതാബുകളെ കൊണ്ടുവന്ന് അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു നോക്കി ഒരു വിഷയം കണ്ടെത്തുന്നതിൽ നിന്ന് മാറി വിരൽത്തുമ്പിലേക്ക് 33,333 ഗ്രന്ഥങ്ങൾ വെറും ഒരൊറ്റ സോഫ്റ്റ്വെയറിൽ അതിനെ നമ്മൾ ഒന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ കയ്യിൽ ആ പേജ് കിട്ടുമാറ് ഒരുപാട് വളർന്നു വന്നൊരു കാലഘട്ടങ്ങളെ ഇനിയും പഠിക്കാൻ സമയമില്ല, അറിയാൻ സമയമില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നവരുണ്ടെങ്കിൽ നാഫിയായ ഇൽമിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ, അതുപോലെ തന്നെ ഏത് വിഷയത്തിലും നമുക്ക് പരിഹാര മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പഠിക്കാനും അറിയാനും ചിന്തിക്കാനും അള്ളാഹ്ക്ക് വേണ്ടി ദിക്ർ ചൊല്ലാൻ, വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങൾ ഉണ്ടാവാൻ ഒക്കെ തിരക്ക് വന്നിട്ട് സമയമില്ല എന്ന് പറയുന്ന ഒരു സമയത്തിന് മുമ്പ് ഉപയോഗപ്പെടുത്തണേ എന്നുള്ളതാണ്. കാരണം എന്തെന്നറിയോ? നിഅമതാനി മഅബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. 2 അനുഗ്രഹങ്ങളിൽ ധാരാളം മനുഷ്യന്മാര് അബദ്ധത്തിലാണ്. ആ 2 അനുഗ്രഹങ്ങളിലും അവർ വഞ്ചിതരായി പോയി. അസ്സഹ്ഹത്തു വൽ ഫറാഹ്, അവരുടെ ആരോഗ്യമാണ്, അവരുടെ ഒഴിവ് സമയമാണ്. ചെറുപ്പക്കാരെ, യുവാക്കളെ, ആരോഗ്യമുള്ളവരെ, ഒഴിവ് സമയമെന്ന ഒന്ന്. ഫഇദാ ഫറഅത ഫൻസബ്, ഒരു കാര്യത്തിൽ നിന്ന് വിരമിച്ചാൽ അടുത്ത കാര്യത്തിലേക്ക് മുഴുകാനാണ്. ഹറാമിലേക്ക് വഴിതെറ്റിക്കരുത്. ഉപയോഗപ്പെടുത്താൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേരാൻ, അവന്റെ മാർഗത്തിലൂടെ ജീവിച്ച് വിട പറയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الذي حمدا كثيرا طيبا مباركا فيه، والصلاة والسلام على المبعوث رحمة للعالمين نبينا محمد وعلى آله وصحبه أجمعين. أما بعد، اتقوا الله يا عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങളെ മുതലെടുക്കണമെന്ന് പറഞ്ഞതിൽ 4 നമ്മൾ പറഞ്ഞു. 5ാമത്തെ വിഷയം മരണത്തിന് മുമ്പുള്ള ജീവിതമാണ്. മരണത്തിന് മുമ്പുള്ള ജീവിതമാണ്. ഈ സെക്കൻഡ് നമ്മളുടെ കയ്യിലുണ്ട്.
അടുത്ത സെക്കൻഡ് അള്ളാന്റെ കയ്യിലാണ്. നമുക്കറിയില്ല ഏത് സമയത്താണ്, എപ്പോഴാണ്, എവിടെയാണ്, എങ്ങനെയാണ് വിട പറയാന്ന് പറയാൻ നമുക്കാർക്കും അറിയില്ല. അതുകൊണ്ട് ഉപയോഗപ്പെടുത്താനുള്ളൊരു മനസ്സുണ്ടാവണം. ചെറിയൊരു സമയം മതിയില്ലേ? എത്ര മരണങ്ങൾ നമ്മുടെ മുമ്പിലെ. വാൽപ്പാറയിലൊരു അപകടം നമ്മളുടെ മുമ്പിൽ പറഞ്ഞു. ഇന്നത്തെ ദിവസം ചങ്ങരംകുളത്തിന്റെ ആളുകൾപ്പെട്ട അപകടങ്ങളെ, അതിന്റെ നടപടിക്രമങ്ങൾ നടക്കുമ്പോഴാണ് നമ്മളിവിടെ ഖുതുബയിലെ സംഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അത്ര മതി. അതിന് പ്രായത്തിന്റെ വലിപ്പത്തിന്റെ വ്യത്യാസമില്ല. അതുകൊണ്ട് ഉപയോഗപ്പെടുത്തണം. മരിക്കണ നേരത്തെ മനുഷ്യർ കരയും. ആ കരച്ചിൽ കൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ്. കാരണം അപ്പൊ നമുക്ക് ബോധ്യപ്പെടും, എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. ഈ ദിവസമാണ് നമ്മൾ മരിക്കുന്നത് എങ്കിൽ, അള്ളാഹുവിന്റെ അടുക്കലേക്ക് മടക്കപ്പെടുന്നത് എങ്കിൽ, എന്റെ കയ്യിൽ ഒന്നുമില്ല എന്നുള്ള തോന്നൽ വരുമ്പോ അള്ളാഹിനോട് പറയുന്നുണ്ട്, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരൽപസമയം കൂടെ മടക്കി തരുമോ അല്ലാഹ്, റബ്ബിർജിഊൻ, ഒന്ന് മടക്കി തരുമോ റബ്ബേ എന്ന് റബ്ബിനോട് കെഞ്ചി പറയുമ്പോ അള്ളാഹ്ക്ക് തീരുമാനത്തിൽ മാറ്റമില്ല. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, വേണ്ടട്ടോ, അവൻ വെറുതെ പറയുന്നൊരു വർത്തമാനം മാത്രമാണ്. ഇനി അവന്റെ പിന്നിലുള്ളത് അത് ബർസഖാണ്, ഖബറാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, അവന്റെ പിന്നിലുള്ളത് ബർസഖാണ്. ഒരു മിനിറ്റ് പോലും, ഒരു സെക്കൻഡ് പോലും, ഒരു മൈക്രോ സെക്കൻഡ് പോലും, ഒരു നാനോ സെക്കൻഡ് പോലും അല്ലാഹു തആല മടക്കി തരൂല്ല എന്ന യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാൻ അവിടെ നിന്ന് കരയും. നമ്മള് എല്ലാ നന്മ തിന്മകളും രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങൾ കയ്യിൽ കിട്ടുമ്പോ കരയും. മഹ്ശറയിലൂടെ കടന്നു വരുമ്പോ കരയും. നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോ കരയും. എല്ലായിടത്തും അല്ലാഹുവിനോട് ചോദിക്കുന്നത്, ഒന്ന് മടക്കി തരുമോ ദുനിയാവിലേക്ക്, ഒരല്പസമയം തരോ. അള്ളാഹിനോട് 1 വർഷം ചോദിക്കില്ല, 1 മാസം ചോദിക്കില്ല, 1 ആഴ്ച ചോദിക്കില്ല. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരല്പസമയം നന്നായിക്കോളാ, വിശ്വസിച്ചോളാ, സ്വതക്ക ചെയ്തോളാ, നല്ല മനുഷ്യനായിക്കോളാ. അല്ല മടക്കി തരൂല്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഈ സമയം തന്നവൻ അല്ലയാണ്, ആയുസ് തന്നവൻ അല്ലയാണ്, ദിശാബോധം തന്നവൻ അല്ലയാണ്, വേദഗ്രന്ഥം ഇറക്കി തന്നവൻ അല്ലയാണ്, അത് പഠിപ്പിക്കാൻ നബിമാരെ തന്നതല്ലയാണ്. അതുകൊണ്ട് ഈ സമയം ഉപയോഗപ്പെടുത്തണം. ഒരുപാടുണ്ടല്ലോ എന്ന് കരുതാൻ നമ്മളുടെ ആരുടെ മുമ്പിലും സമയമില്ല എന്നൊരു തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാവണം. പ്രിയമുള്ളവരെ, ഒരു ഹദീസ് കൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് കോറി പറഞ്ഞു വെക്കാൻ. റസൂൽ പറഞ്ഞു, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ ആദം സന്തതിയുടെ കാൽപാദങ്ങളെ ചലിക്കാൻ പോലും അള്ളാഹ് അനുവാദം നൽകില്ല. അള്ളാഹ് ചില കാര്യങ്ങൾ ചോദിച്ചിട്ടല്ലാതെ. അതിലൊന്ന് അവന്റെ ഉംറാണ്. ആയിസ് ഫീമ അഫ്ന, നീ എന്തിനാ അത് ചെലവഴിച്ചെന്നുള്ള ചോദിക്കും. അള്ളാഹിനോട് നമുക്ക് മറുപടി പറയണ്ടേ? എന്റെ ആയുസ്. വേറൊരു റിവായത്തിൽ പറഞ്ഞത് വൻ ഷബാബിഹി ഫീമ അബ്ല, ആ യൗവനല്ലേ, യൗവന കാലഘട്ടം നീ എങ്ങനെ അവസാനിപ്പിച്ചതെന്ന്, എന്തിലാ നീ അതിനെ തീർത്തത് എന്ന് അള്ളാഹു നമ്മളോട് ചോദിക്കും. അതുകൊണ്ട് പറയാൻ കഴിയണം, ഞാൻ കവലയിൽ ഇങ്ങനെ കറങ്ങിത്തിരിയായിരുന്നു, മറ്റുള്ളവരുടെ കൂടെ കറക്കച്ചിലായിരുന്നു. ഇതൊന്നും പറയാൻ പറ്റൂല. അവിടെ അള്ളാഹിനോട് പറയാൻ ഉതകുന്നൊരു മറുപടി ഉണ്ടാവണം പരലോകത്തെ ഹിസാബിന്റെ വേളകളിലൂടെ. അതുപോലെ തന്നെ അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, നമുക്ക് കിട്ടിയ അറിവുകളെ നമ്മളത് എന്തിനാണ് പ്രയോജനപ്പെടുത്തിയത്, ആരോഗ്യം എന്തിനാണ് ഉപയോഗപ്പെടുത്തിയത്. വാൻമാലി, സമ്പത്തിനെ പറ്റി അള്ളാഹ് ചോദിക്കും. മിൻ ഐനക്തസബ, എവിടെന്നാ നമ്മളതിനെ സമ്പാദിച്ചത്. രണ്ടാമത്തെ ഒരു ചോദ്യം കൂടെ ഉണ്ട് അതിലെ, വഫീമ അഫ്ന, എന്തിനാ നമ്മളത് ചെലവഴിച്ചത്. നമ്മളൊക്കെ അഹങ്കാരത്തിൽ പറയുന്ന ഒരു വർച്ചാനല്ലേ, എന്റെ പൈസയാണ്, ഞാൻ ഇഷ്ടമുള്ള പോലെ ചെലവാക്കും. അതൊന്നും അള്ളാന്റെ മുമ്പിൽ കണക്ക് പറയാൻ കഴിയില്ല. അള്ളാഹ് ചോദിക്കും, എന്തിനാണ് നീ അത് ചെലവഴിച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പഠിക്കാനും ജീവിതത്തിലൂടെ പകർത്തിക്കൊണ്ടുവരാനും അള്ളാഹുവിന്റെ മുമ്പിൽ ഈ നിലവിലുള്ള ആരോഗ്യം, നിലവിലെ ആയുസ്, നിലവിലെ ജീവിതത്തിന്റെ ശൈലികള് ഏത് നിമിഷവും നമ്മളിൽ നിന്ന് മാറിപ്പോയേക്കാം. അങ്ങ് ഇറാനിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഹോർമോസ് കടലിടുക്കിൽ നടന്ന ഒരു യുദ്ധത്തിന്റെ ഭീതിയുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ നോവറിഞ്ഞത് ഒരുപക്ഷെ നമ്മളുടെ അടുക്കളകളായിരുന്നു. എത്ര പെട്ടെന്നാണ് സാഹചര്യങ്ങൾ മാറിയത്. ലോകത്ത് മുഴുവൻ ഭീതിയിലാഴ്ത്തിയ കൊറോണ വൈറസിന്റെ മുഴുവൻ അംശങ്ങൾ എടുത്താലും ഒരു മനുഷ്യന്റെ കയ്യിലണിയുന്ന 1 ഗ്രാം മോതിരത്തിന്റെ പോലും തൂക്കം വന്നിട്ടില്ല എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ മൈന്യൂട്ട് അംശമാണ്
ലോകം മുഴുവൻ സ്തംഭിപ്പിച്ചത് എന്നുണ്ടെങ്കിൽ, വീടിന്റെ അകത്തളങ്ങളിൽ നമ്മുടെ ഇരുത്തിയത് എന്നുണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ പ്രിയമുള്ളവരെ. അതുകൊണ്ട് എത്ര മയ്യത്തുകളാണ് നമ്മൾ കൊണ്ടുപോയത്. അതുകൊണ്ട് ഏത് അവസ്ഥയും ഏത് സാഹചര്യങ്ങളിലേക്കും മാറിയേക്കാം. പക്ഷെ ജീവിക്കുന്ന ഈ സമയം അള്ളാഹ്ക്ക് വേണ്ടി എത്ര ഉപയോഗപ്പെടുത്തിയെന്ന ചോദ്യമുണ്ടാവാൻ, ഉപയോഗപ്പെടുത്താൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, പരലോക വിജയം തന്നെ അനുഗ്രഹിക്കണേ അള്ളാഹ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ അള്ളാഹുവേ എല്ലാം അറിയുന്ന റബ്ബേ ഖൈർ നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين المضاعفين المجاهدين في جميع بلادنا وأذل الشرك والمشركين. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم لا تسلط علينا من لا يرحمنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.